ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സെഷൻ നേരെ വാർ കളിക്കാൻ പോവുകയാണ്. എൻ്റെ 6 അക്കൗണ്ട് ഇട്ട് എല്ലാ ബേസും കയറി അടിച്ച് പൊട്ടിക്കാൻ പോവുകയാണ്. എത്ര സ്റ്റാർ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നിലവിൽ അവന്മാർ 30 സ്റ്റാർ എടുത്തിട്ടുണ്ട്, നമ്മൾ 11. ഈ ബേസ് 2 സ്റ്റാർ. നമുക്ക് നോക്കാം. എൻ്റെ ഈച്ച് ആൻഡ് എവരി അറ്റാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അറ്റാക്ക് മിസ്സായ എനിക്ക് ബാക്കപ്പായിട്ട് കളിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ നേരെ അറ്റാക്കിലോട്ട് പോവുകയാണ്. ബേസ് ഞാൻ കണ്ടിട്ടില്ല, ട്രൂപ്സ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നു. ഓക്കെ, നേരെ അറ്റാക്കിലോട്ട് പോകുന്നു ഗൈസ്. ബേസ് നമുക്ക് നോക്കാം. ക്യാമറ കുറച്ച് ചെറുതാക്കി. ഓക്കെ ഗൈസ്, ഒരു ഡയറക്ഷനിൽ കളിക്കാൻ പോകുന്നു. ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടെ ഇത് എത്ര സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അടി 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 അടി. പൊട്ടിക്കും. നിലവിൽ സീനില്ല ഗൈസ്. അയ്യോ, സീൻ വരുമോ? ജസ്റ്റ് ഒരു ബോർഡറിലാണ് ഇട്ടിരിക്കുന്നത്. ടൗൺ ഹാൾ പൊട്ടിയ പിന്നെ സീന് ഇല്ല എന്ന് കരുതുന്നു. എത്രത്തോളം വർക്കാവും പറഞ്ഞത് ഗൈസ് നോക്കാം. കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ നോക്കിയിട്ട് ഞാൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ വീണ്ടും ഒരു സ്പെല്ലിട്ടു. ഓക്കെ, നേരെ അറ്റാക്കിലോട്ട് പോവുകയാണ്. ക്ലാൻ ക്യാസ്റ്റൽ, കിങ്, വാർഡൻ, ക്യൂവിന്, റൂട്ട് റൈഡേഴ്സ്, നെറ്റ് ചാർട്ടി, 2 വാൾക്കേറിയത്, ഡീലേഴ്സ്, ബാക്കി രീതിയിൽ 2 ഉണ്ട്. ഇവരെ നിലവിലെല്ലാം ഇറക്കിയിട്ടുണ്ട്. 2 വാൾക്കേറിയാണ് ബാക്കി ഇറക്കി. നോക്കാം ഇത് ഒരു എത്ര സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് അറിയാം. 1 സ്റ്റാർ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. വാർഡൻ്റെ എബിലിറ്റി കൊടുക്കാനുള്ള സമയമായിട്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ എൻ്റെ റോയൽ ചാമ്പ്യനെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടൈറ്റിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെവൽ നോസീൻ ആരൊക്കെയോ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ 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 നമ്മുടെ റോയൽ ചാമ്പ്യനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൾ നല്ലൊരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്യൂവിൻ്റെ എബിലിറ്റി കൊണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നുമില്ല, ബേസ് നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ ഗൈസ്, ഇതൊരു അങ്ങനെ ഒരു ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത അറ്റാക്കിലോട്ട് പോകണം. യെസ് ഗൈസ്, അതോടെ ഇതൊരു പെർഫെക്റ്റ് ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് പോകണം. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരെ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ പോകുന്നു. ക്യാമറ മാറ്റുന്നു, പിടിക്കുന്നു, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ ട്രൂപ്സ് ഇറക്കി. ബേസിക്കലി എൻ്റെ ക്ലാനിൽ കളിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ജസ്റ്റ് കമൻറ്റ് ഒന്നിടുക, ഞാൻ എൻ്റെ കോഡ് അയക്കാം. ഓക്കെ, നേരെ നമ്മുടെ അടുത്ത അറ്റാക്കിലോട്ട് പോകുന്നു. ട്രൂപ്സ് വന്നിട്ടില്ലല്ലോ ഗൈസ്. ഓക്കെ, 52 നിങ്ങൾ കണ്ടതാണ് ഞാൻ ട്രൂപ്സ് ഡൊണേറ്റ് ചെയ്തത്, എന്നിട്ട് എനിക്ക് വന്നിട്ടില്ല. ഇതാണ് ഗ്ലിച്ച്, ക്ലാഷ് ഓഫ് ക്ലാൻ ഗ്ലിച്ച്. ഓക്കെ, ഇറക്കി. ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നീട് വിളിക്കാം. അയ്യോ, ക്ലാഷ് ക്ലാസ് ക്യാൻസൽ ആവരുത് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അയ്യോ. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ സീൻ ത്രൂ പെർഫെക്റ്റ്. ഞാൻ അങ്ങോട്ട് പോകരുത് പ്ലീസ്. അങ്ങോട്ട് പോകരുത്. ടൗൺ ഹാൾ പൊട്ടിക്ക് പ്ലീസ്. ഓക്കെ, അങ്ങനെ ടൗൺ ഹാൾ. വളരെ ബോർഡർ ലൈനിലാണ്. ടൗൺ ഹാൾ പൊട്ടില്ല ഗൈസ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. ക്യാമറ മാറ്റി എൻ്റെ അറ്റാക്ക് ആരോ കാണുന്നുണ്ട്. ഓക്കെ, സീൻ ഫുഡ് റൈഡേഴ്സ് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. എനിക്കൊന്നുമില്ല, അറ്റാക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. എബിലിറ്റി കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എബിലിറ്റി കൊടുത്തേക്കാം. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുക്കണോ വേണ്ടയോ കൊടുത്തിട്ടുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമില്ല, നോക്കിക്കൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. വെരി സോറി ഗൈസ്, ഫ്ലോപ്പായി. എൻ്റെ കിട്ടാൻ നല്ലപോലെ ഫ്ലോപ്പായിട്ടുണ്ട്. ഷിറ്റ്, ഞാൻ പ്ലാൻ ചെയ്ത പോലെയല്ല പോയ റൂട്ട്സ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചേച്ചിയും വിളിച്ച് കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി. അതാണ് പ്രശ്നം. കളിച്ചിട്ട് കാര്യമില്ല. നോക്കിക്കൊണ്ടിരിക്കുക, അല്ല വേറെ നിവർത്തിയില്ല ഗൈസ്. കുറച്ച്
കുറച്ച് കേട്ടുകൊണ്ടിരിക്കും. വളരെ പൊട്ട അറ്റാക്ക്. ഇത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബേസിക്കലി നമ്മുടെ സങ്കടം വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. രണ്ടാമത്തെ അറ്റാക്ക് വളരെ മോശപ്പെട്ട അറ്റാക്കായി പോയി. കുഴപ്പമില്ല, നമ്മൾ നേരെ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എടുക്കുന്നു. അയ്യോ, നേരെ തേർഡ് അക്കൗണ്ടിലോട്ട് പോയി. തേർഡ് അക്കൗണ്ട് തന്നെ കളിക്കാം നമുക്ക്. തേർഡ് അക്കൗണ്ട് എടുത്ത സ്ഥിതിക്ക് നമ്മൾ കളിക്കാൻ തരുന്ന സംഗതി. ഓക്കെ, നേരെ അഞ്ചാമത്തെ ബേസാണ് അടിക്കാൻ പോകുന്നത്. ഇത് ഓക്കെ, കണ്ണടയ്ക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വേറെ സംസാരമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഇനി ഒന്നുമില്ല. അറ്റാക്ക് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഐ ഗസ് ഇതൊരു 3 സ്റ്റാർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ബേസിക്കലി എൻ്റെ അതെല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ എൻ്റെ ഹീറോസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇതിലെല്ലാം ലോ ലെവൽ ഹീറോസാണ് കിടക്കുന്നത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, കണ്ടിട്ട് തന്നെ. ഓക്കെ ഗൈസ്, ഇതൊരു 3 സ്റ്റാർ ആണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് അറ്റാക്ക്. ഓക്കെ, നമ്മുടെ ഇലക്ട്രോ ഡ്രാഗൺ പൊട്ടിക്കുന്നു. ഇനി അടുത്ത് ഈ അറ്റാക്ക് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് തീർന്നിട്ട് വേണം എൻ്റെ ചേച്ചി നോക്കാൻ. ചേച്ചി ഞാൻ എന്തായാലും തെരുവിക്കും, ഞാൻ തെരുവിളിക്കൊള്ളണം. ഓക്കെ, അതോടെ നമ്മുടെ അറ്റാക്ക് തീർന്നു. നേരെ ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ്. അതിപ്പോൾ നമുക്ക് കളിക്കണം. നേരെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിട്ട് കളിച്ചിട്ടും കാര്യമില്ല. കാര്യമുണ്ട്, നോക്കാം. ഈ തേർഡ് അക്കൗണ്ട് അടിക്കുന്നത് അത് കുറച്ച് ടാസ്ക് ബേസാണ്. ഇതാണ് ബേസ്. ലോ ലെവൽ ട്രൂപ്പായി പോയി. അതുകൊണ്ട് ഇത് ഫുൾ സ്റ്റാർ കിട്ടണമെന്നില്ല. അല്ല, അക്കൗണ്ടേ കിട്ടും. ഓക്കെ, പക്ഷെ നിലവിൽ കണ്ടിട്ട് കിട്ടൂല എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു റേജ് ഇടുന്നു. യെസ്, കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാം, ഇവിടെ 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 ഓക്കെ. കുറച്ച് ചെമ്പിൽ നോക്കി റേറ്റ് പാട്. പിന്നെ നമ്മുടെ പയ്യൻ അവരുടെ റേജ് ഇട്ടിട്ടുണ്ട്. പാടിനെ വിറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്രീസ് എടുത്തു. ഇവിടെ നടത്തിയ റേജ് ഇട്ടു. വീണ്ടും ഒരു ഫ്രീസ് ഇട്ടു. അവരുടെ റേജ് ഇട്ടു. വീണ്ടും നടത്തിയ ഫ്രീസ് ഇട്ടു. ഇതൊരു 2 സ്റ്റാർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. വളരെ ലക്കുണ്ടെങ്കിൽ നമുക്കിതൊരു നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ, ഇത് 3 സ്റ്റാർ ആണ് എൻ്റെ മനസ്സ് പറയുന്നത്. ക്യൂവിന് കുറച്ച് വളം കിടക്കുന്നുണ്ട്. ഓക്കെ, ക്യൂവിനും ഒരു ഇലക്ട്രോ ഡ്രാഗനും മാത്രമാണ് നിൽക്കുന്നത്. 1 അറ്റാക്ക്. യെസ്, വിളിച്ച് കൊടുത്ത് സീനില്ലാതെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, എന്തായാലും ഒരു വളരെ മികച്ചൊരു ഹോട്ടൽ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 2 സ്റ്റാർ തന്നെ കിട്ടിയുള്ളൂ. ഫ്രൂട്ട്സും വളരെ ലോ ലെവലാണ്, അതുകൊണ്ട് 2 സ്റ്റാർ. ഓക്കെ, ആദ്യത്തെ കുറച്ച് ബേസസ് കുറച്ച് ടാസ്ക്കാണ്. കേട്ടോ, ഇനിയുള്ള ബേസെങ്കിലും ഞാൻ ഫുൾ സ്റ്റാർ എടുത്തില്ലെങ്കിൽ 40 സ്റ്റാർസ് ക്രോസ് ചെയ്യത്തില്ല. നമുക്ക് നോക്കാം. എൻ്റെ അതെങ്ങനെ പറഞ്ഞാൽ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നേരിൻ്റെ ആറാമത്തെ ബേസ് കയറി അടിക്കുക. ആസ് യൂഷ്വൽ വെറൈറ്റി സ്റ്റൈലിൽ ഇത് പൊട്ടിക്കാം. സ്റ്റൈലിൽ എൻ്റെ ക്യാമറ മാറ്റി പാടൻ എല്ലാവരെയും വരഞ്ഞിട്ട് കൊടുക്കാൻ സമയത്ത് നിലവിൽ സീനില്ലാതെ പോകുന്നു. വിശ്വാസം എനിക്കില്ല. വിശ്വാസം മാത്രമാണ് ഗൈസ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. നിലവിൽ സീനില്ല. ഓക്കെ, അപ്പോൾ നിലവിൽ സീനുണ്ട് ഗൈസ്. ഇത് ഒരു 2 സ്റ്റാർ ആണ്. സോറി വീഡിയോ എടുത്ത് സോറി ഗൈസ്, ഒരു 2 സ്റ്റാർ ആണ്. അല്ല, ഒരു പോസിറ്റീവ് കാണുന്നുണ്ട്. ഞാൻ പോസിറ്റീവ് കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. ഓക്കെ ഗൈസ്, ഇത് ഒരു 2 സ്റ്റാർ. 2 സ്റ്റാർ ബാഡ്. അയ്യോ,
മുകളിലത്തതും ഒരു 2 സ്റ്റാർ ആവേണ്ടതാണ്, എനിക്കറിഞ്ഞൂടാ. ഫ്രീ ട്രൂപ്സ് എടുത്തിട്ടുണ്ട്. ബാഡ് ഗൈസ്. എന്തായാലും 2 സ്റ്റാർ ആയിരിക്കും. വെരി സോറി. അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെറിയ ഡൗട്ടില്ലാതെ എല്ലാം നല്ല അമ്പത് റേഞ്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുതിച്ചു. ഓക്കെ, ഈ വാർ ഫുള്ളും ഭയങ്കര ഫ്ലോപ്പാണ്. ഗൈസ് ഇതൊരു 2 സ്റ്റാറാണ്. വളരെ ബാഡ്. അടുപ്പിച്ച് 4 ബേസ് ഇട്ട് 2 സ്റ്റാർ. സോറി, വളരെ മോശം ആയ അറ്റാക്ക് കാഴ്ചവെച്ചതിന് സോറി. കുഴപ്പമില്ലെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ അടുത്ത അറ്റാക്കിലോട്ട് പോകുന്നു. ഈ പൊട്ട പീസാണ്. ഈ പൊട്ട പീസിൽ ഞാൻ അടിച്ചില്ലെങ്കിൽ ഞാൻ ഇനി പോയി ചത്താണ്. ക്വീൻ ഓക്കെ, താഴത്തെ പൈസ അന്നാണ് എൻ്റെ വിശ്വാസം. ക്യൂൻ്റെബിലിറ്റി പിന്നെ ചാൻസ് ഓക്കെ ഗൈസ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വളരെ മികച്ച 4 അറ്റാക്ക് 2 സ്റ്റാർ ആയിപ്പോയി. ഞാൻ വിചാരിച്ചത് 3 സ്റ്റാർ കിട്ടുമെന്നാണ്, പക്ഷേ 2 സ്റ്റാർ ആയിപ്പോയി. സോറി. എന്തോന്നു ഇതാണ് ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ മെയിൻ പ്രശ്നം. ഒരു ബിൽഡിംഗ് അവർ അങ്ങ് അറ്റം കണ്ടിരിക്കും, ഇങ്ങനെ ഓടി സമയം. പക്ഷെ എന്തോ ലക്കുള്ളതുകൊണ്ട് ഇതിൽ നമുക്ക് സമയം ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ റേസ് തൊട്ട് അടിച്ചു തുടങ്ങാം. 6th അക്കൗണ്ട് എടുത്തിട്ട് ഡേറ്റ് താഴത്തെ ബേസ് കണ്ണടച്ച് അറ്റാക്ക് ചെയ്യാണ്. അത് എന്തുകൊണ്ട് തന്നെ ടോൾ 9 ആണ്. ടോൾ 9 ഡിസ്ട്രോയിങ് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. വോൾ കയറി സോറി, ഇലക്ട്രോ ഡ്രാഗൺ ഓരോ ഇലക്ട്രോ ഡ്രാഗനും ഓരോ ദിവസം ഞാൻ കൊടുക്കുന്നു. അവിടേക്കും സിമ്പിൾ, സോ സിമ്പിൾ ഗൈസ്. ഓക്കെ, അത് പോയി. ഞാൻ അറിയാതെ എൻ്റെ റേഞ്ചൊക്കെ ഇറക്കി. ഇതിൽ ഞാനൊന്ന് റിസ്ക് എടുത്ത് കളിച്ചാലോ ഗൈസ്. ഒരു ചെറിയൊരു കഴപ്പ് എനിക്ക് എത്തിയാൽ മാത്രം മതി. എൻ്റെ സ്പെല്ലില്ലാതെ കളിക്കാൻ പോലെയാണ്. നമുക്ക് നോക്കാം. കുറച്ച് റിസ്കിയാണ്. വളരെ റഷ് ബേസാണ്. ഓക്കെ, എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ലാസ്റ്റ് സെക്കൻഡ് ബേസ് ഡൗൺ. ഓക്കെ ഗൈസ്, അത് 3 സ്റ്റാർ. ഇപ്പോൾ എത്ര സ്റ്റാർ? 31. ഓക്കെ, 31 ആയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ അറ്റാക്ക് തീർന്നു. നേരെ നമ്മൾ 5th അക്കൗണ്ടിൽ പോകുന്നു. കയറി കളിക്കാൻ പോകുന്നു. വാർ മൊത്തം ഞാൻ തന്നെയാണ് കളിക്കുന്നത്. കൊള്ളാം. ഓക്കെ, 13 കണ്ണ് മൂക്കും പൊട്ടിക്കൊണ്ടാണ് കളിക്കാൻ പോകുന്നത്. മാക്സിമം ഒരു ഫ്രീസ് ഇവിടെ കൊട്ടെ. മാക്സിമം സ്റ്റാർട്ട് എനിക്കറിയത്തില്ല.
ബേസിക്കലി ഞാൻ CC ട്രൂപ്സ് ഇറക്കിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ട്രൂപ്സ് ഇറക്കാതെ തന്നെ ഞാൻ സിമ്പിളായിട്ട് റീസർ എടുത്തിട്ടുണ്ട്. ഇത് തുടങ്ങി എടുത്തുകൊണ്ട് വയ്ക്കണം ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇപ്പോൾ ബിൽഡർ ഹാൾ പുതിയ വെറൈറ്റി സാധനം വന്നതുകൊണ്ട് ബിൽഡർ ഹാളിന് അറ്റാക്ക് ഹീലിംഗ് എബിലിറ്റി വന്നുകൊണ്ട് നമുക്ക് അതിനെ പിടിച്ച് അറ്റാക്ക് വയ്ക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. അല്ലായിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു പൊട്ട പീസാണ്. ഓക്കെ ഗൈസ്, ഇതും ഒരു 3 സ്റ്റാറാണ്. ഇനി നമുക്ക് ഒരു പീസും കൂടെ അറ്റാക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ കുറച്ച് സങ്കടം ഇല്ലാതില്ല. എന്നെങ്കിലും എനിക്കൊരു ദിവസം ഫുൾ 45 എടുക്കണമെന്നാണ് ആഗ്രഹം സ്റ്റാർസ്. പക്ഷെ കിട്ടുന്നില്ല. ഇപ്പോൾ 40 ആയി. ഇനി ഒരു പീസും കൂടെ അടിച്ചാൽ നേരെ നമ്മൾ ഹാപ്പി. അത് ഒരു പീസും കൂടെ അടിച്ചാൽ നേരെ 41 സ്റ്റാർ എടുക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുന്നു. വേവ് ഫ്രീസാണ്. ലോൺസ് റീച്ച്. ഓക്കെ, കൺഫേം അടിച്ചിട്ടുണ്ട്. 6 അതായത് ബേസ് വിളിച്ചോളാം ഗൈസ്. എൻ്റെ ഫ്രണ്ട് അടിച്ച ബേസാണ്. അവൻ്റെ അടുത്ത് ഞാൻ താഴത്തെ ബേസ് അടിക്കാൻ പറഞ്ഞു. അവൻ മുകളിലത്തെ ബേസ് അടിച്ച് 2 സ്റ്റാർ കിട്ടി. അയ്യോ, ഇതിൽ ഞാൻ 2 സ്റ്റാർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വീഡിയോ കൊണ്ട് മാറ്റി. ബാറ്റിൽ ബ്ലിങ്ങില്ല ഗൈസ്. ഇവിടെ റേസ് ഉണ്ട്. റേസ് ബാറ്റിൽ ബ്ലിങ്ങില്ല. അത് കുറച്ചൊരു സെയിം പ്രശ്നം തന്നെയാണ്. എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഫേസ് ഇട്ടിട്ടുണ്ട്. ബാറ്റിൽ ബ്ലിങ് പോകുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. അവിടെ ഫേസ് ഇട്ടു. ഇവിടെ നടുക്കൊരു ഫേസ് ഇട്ടു. ഓക്കെ, ഒരു സീനില്ല. നിലവിൽ സീനില്ല. ഇവൻ സീനിലെല്ലാം കരുതിക്കൊണ്ട് ഞാൻ മുന്നിൽ അറ്റാക്ക് ചെയ്യുന്നു. ഒരു റേഞ്ച് ഇട്ടുന്നു. റേഞ്ച് ഇട്ടിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് ഇതിൽ ഞാൻ എത്ര സ്റ്റാർ എടുക്കുമെന്ന് എനിക്ക് പേടിയില്ല. ടാസ്ക് ഭയങ്കരമായിട്ട് ഞാൻ അവനെ കുറ്റം പറഞ്ഞ് അടിച്ച പൈസാണ്. ഞാൻ 2 സ്റ്റാർ എടുത്തോളം പറഞ്ഞ് അടിച്ച പൈസ. പിന്നെ ഞാൻ 2 സ്റ്റാർ ആണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടേ കാര്യമില്ല. യുനോ, മതി. ക്വീൻ ഹെൽപ്പ് മീ പ്ലീസ്. ക്വീൻ ഈസ് ഹെൽപ്പിംഗ്. ക്വീൻ ഈസ് അറ്റാക്കിങ്. ക്വീനിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ക്വീനിനെ നിലവിൽ ആരും അറ്റാക്ക് ചെയ്യുന്നില്ലെങ്കിലും ഉണ്ട്. ഓക്കെ, സിമ്പിൾ ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ ഇതും ഒരു 3 സ്റ്റാറാണ്. അപ്പം ഞാൻ അവനെ പറഞ്ഞത് കാര്യമുണ്ട്. ഓക്കെ ഗൈസ്, അതോടെ നമ്മുടെ അറ്റാക്ക് തീർന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ലൈവ് അറ്റാക്ക് 41 സ്റ്റാർസ്. ഓക്കെ ഗൈസ്, ഇതോടെ എൻ്റെ ക്ലാൻ വാർ കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. പിന്നെ ക്ലാനിൽ കയറാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ വീണ്ടും പല അറ്റാക്കും കൊണ്ട് ഞാൻ വീഡിയോ വരും, പല ഗെയിമും കൊണ്ടുവരും. ഇതോടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.